ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ മുളകച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 15 സാമ്പാർ മുളക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാളയും എടുത്തിട്ടുണ്ട്. മുളക് ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. സവാള ഞാൻ വളരെ ചെറുതായി അരിഞ്ഞു വച്ചിട്ടുണ്ട്. നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് മുളകിട്ട് കൊടുക്കാം. മുളകിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് പകുതി കുക്കാകണം ഇതിൽ കിടന്ന്. ഇവിടെ പകുതി കുക്കായിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അത് മുളകിൻ്റെ പച്ചമണം മാറുവോളം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പുളിക്ക് വേണ്ടി ഞാനിനി വേറെ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടി കുറച്ച് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഞാൻ 2-3 തവണയായിട്ട് ഒഴിക്കുന്നുണ്ടെങ്കിലും ആകെ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ലതുപോലെ തിളപ്പിക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇവിടെ അച്ചാർ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ച് വറ്റി. ഇതിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്